ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റീവ് വ്ളോഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ വിചാരിച്ചത്ര പ്രൊഡക്റ്റീവ് ആവാൻ പറ്റിയില്ല. എന്നാലും ഒരു ഓക്കെ പ്രൊഡക്റ്റീവ് വ്ളോഗാണ്. അപ്പോൾ ഞാനൊരു 10 days സ്റ്റഡി ചാലഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേ 1 ആണിത്. മിക്കവാറും എനിക്കിത് കംപ്ലീറ്റ്ലി കൊണ്ടുപോകാൻ പറ്റുമോ എന്നറിയില്ല. എന്നിരുന്നാലും ഞാൻ മാക്സിമം 10 days വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതിനിടയ്ക്ക് 1-2 ദിവസം മേ ബി ഗ്യാപ്പ് വന്നേക്കാം. എന്നാലും ഞാൻ മാക്സിമം വരാതെ ഇരിക്കാൻ വേണ്ടി നോക്കാം. പിന്നെ വ്ളോഗൊക്കെ എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇൻട്രോ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വിചാരിച്ച അത്ര പ്രൊഡക്റ്റീവ് ആവാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത്തെ കാര്യം സ്കൂൾ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ കാര്യം പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല, പിന്നെ കാര്യമായിട്ട് ഞാൻ പ്ലാനും ചെയ്തില്ല. നാളെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവാൻ നോക്കണം. ഇന്നെന്തായാലും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ പോയി. ഇനി നാളെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവണം. പിന്നെ നാളെ തിരിഞ്ഞ് മറ്റന്നാൾ ക്ലാസ് ഉണ്ടെങ്കിൽ ഷെഡ്യൂളൊക്കെ ഒന്ന് മാറ്റി കുറച്ചും കൂടി ഒന്ന് ഓർഗനൈസ് ആവണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അത്രയൊക്കെ തന്നെ. ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് ആക്ച്വലി തലേന്നത്തെ ക്ലിപ്പാണ്. അന്ന് ഞാൻ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ആക്ച്വലി ഒരു ദിവസം ഫുൾ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നിട്ടും ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ഫുള്ള് പ്രൊക്രാസ്റ്റിനേറ്റ് അങ്ങ് കൊണ്ടുപോയി. അപ്പോൾ ഒന്നും പഠിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് വൈകുന്നേരം ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ പഠിക്കാമെന്ന് വിചാരിച്ചൊന്ന് നോക്കി. അതും വൃത്തിക്ക് പഠിച്ചിട്ടൊന്നുമില്ല. ഇപ്പം എനിക്ക് ചോദിച്ചാൽ എനിക്കൊന്നും കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല. എന്നാലും എന്തൊക്കെയൊക്കെയോ ഇവിടെയൊക്കെയോ മനസ്സിലായിന്നേ ഉള്ളൂ. ഡെറിവേഷൻസൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി മറന്നു ഏതാണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പഠിക്കുന്നത് എക്സാമിനറിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ്. ഞാൻ എക്സാമിനറിൻ്റെയും സൈലത്തിൻ്റെയും ക്ലാസ് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ചാപ്റ്ററിൻ്റെ. പക്ഷെ എനിക്ക് കുറച്ചും കൂടി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടതും കുറച്ചും കൂടി മനസ്സിലായതും എക്സാമിനറിൻ്റെ ആയതുകൊണ്ട് ഞാൻ എക്സാമിനറിൻ്റെ ക്ലാസ് തന്നെ കംപ്ലീറ്റ്ലി കണ്ടു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നോട്ട് എഴുതിയെടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ടാബോ അല്ലെങ്കിൽ ഫോണോ നോക്കിയിട്ട് ഡിജിറ്റൽ നോട്ട് വായിക്കുന്നത് എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടമല്ല. പിന്നെ എക്സാമിനറിൻ്റെ നോട്ട് കുറച്ചും കൂടി സിമ്പിൾ ലാംഗ്വേജിലുള്ളതാണ്. അപ്പോൾ എഴുതിയെടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക് പിന്നീടെടുത്ത് വായിച്ച് നോക്കുമ്പോൾ. പിന്നെ ആ ക്ലാസ് കുറച്ച് കണ്ടപ്പോൾ ഞാൻ കുറേ ഗ്യാപ്പ് എടുത്തു. അങ്ങനെ ഇങ്ങനെ തേരാപ്പാര നടന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ ബാക്കി ക്ലാസ് കാണുകയാണ്. അപ്പോൾ അന്ന് സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ പഠിച്ചിട്ടുള്ളൂ. കാര്യമായിട്ട് വേറെ ഒന്നും തന്നെ പഠിച്ചിട്ടില്ല. ഈ ഫിസിക്സ് ഈ ക്ലാസ് കണ്ട് നോട്ട് എഴുതിയതും ജസ്റ്റ് ഒന്ന് നോട്ട് എഴുതി മനസ്സിലാക്കി വെച്ച് തന്നെയൊക്കെ ഉള്ളൂ. പിന്നെന്താ അതിന് ശേഷം അത്രയൊക്കെ പഠിച്ചിട്ട് ഞാൻ പിന്നെ നിർത്തിയിട്ട് ഞാൻ ടൈം ആയപ്പോൾ കിടക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം എന്താ ഉണ്ടായി വെച്ചാൽ, ഞാൻ നേരത്തെ എഴുന്നേൽക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ കിടക്കാമെന്നുള്ള തീരുമാനം എടുത്തത്. പക്ഷെ ഞാൻ എഴുന്നേറ്റില്ല. ഞാൻ രാവിലെ എപ്പോഴും എണീക്കുന്നതിനേക്കാളും വൈകിട്ടാണ് അന്ന് എണീറ്റത്. എന്താണെന്നറിയില്ല. മിക്കവാറും ലേറ്റായിട്ട് കിടന്നുകൊണ്ടായിരിക്കും. അപ്പോൾ ടൈം അറൗണ്ട് 12-19 ആയപ്പോഴാണ് ഞാൻ കിടന്നത്. പിന്നെ ഇത് നെക്സ്റ്റ് ഡേയിലത്തെ ക്ലിപ്പാണ്. നെക്സ്റ്റ് ഡേ രാവിലത്തെ ഒരു കാര്യങ്ങളും എനിക്ക് നേരെ ചൊവ്വേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം വൈകി എണീറ്റപ്പോൾ ആകെ ടൈമില്ലാണ്ടായി. സോ ഗൈസ്, ഐ ആം ബാക്ക് ഫ്രം സ്കൂൾ. ഇപ്പോൾ ടൈം അറൗണ്ട് 5 മണിയായി. യൂഷ്വലി ഈ ഒരു ടൈമിൽ തന്നെയാണ് ഞാൻ വീട്ടിലെത്താറ്. ഇന്ന് ഒരു 5 മിനിറ്റോളം വൈകിയെന്ന് തോന്നും. അപ്പോൾ ഇനി എന്തായാലും കുളിച്ച് ചായ കുടിച്ചിട്ട് നെക്സ്റ്റ് പഠിക്കാനിരിക്കണം. ഇന്ന് ഫസ്റ്റ് ഡേ ഓഫ് 10 days ചാലഞ്ച് ആണല്ലോ. അപ്പോൾ ഇന്നും ഇന്നലെ നന്നായി പോയാൽ നെക്സ്റ്റ് ഡേ മുതലും നന്നായി പോകുമല്ലോ. ഫസ്റ്റ് ഡേ തന്നെ നന്നായല്ലോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഫ്രഷായിട്ട് കാണാം. സോ ഗായ്സ്, ഐ ആം ബാക്ക്. ഇപ്പോൾ ടൈം ഞാൻ 6:30 പഠിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഞാനത് നീട്ടിക്കൊണ്ടുപോയി. ഇപ്പം 7:07 ടൈം. ഇനിയെങ്കിലും പഠിക്കാൻ തുടങ്ങണം. 7 മണി, ഏകദേശം 7 മണിക്കാൻ തുടങ്ങണം. ഞാനിപ്പോൾ വിചാരിക്കുന്നത് കെമിസ്ട്രി, ഞാൻ ഇലക്ട്രോ കെമിസ്ട്രി പകുതി പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കതിപ്പോൾ ഒന്നും ഓർമ്മയില്ല. എന്താ പഠിച്ചത്, എന്തെത്തി, ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പം അത് ജസ്റ്റ് ആദ്യം മുതൽ തന്നെ ക്ലാസ് കാണണം. നോട്ട് കുറച്ച് എഴുതിയെടുത്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കി നോട്ട് എഴുതാം അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പം കെമിസ്ട്രി നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിസിക്സ് തലേന്നുമായിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും എനിക്ക് കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല. ഒന്നും ഓർമ്മയില്ല. അപ്പോൾ അതും ഒന്ന് ഇന്ന് നോക്കണം എന്ന് വിചാരിക്കുന്നു. പിന്നെ ടൈം ഉണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും നോക്കാം. മിക്കവാറും ടൈം ഉണ്ടാവില്ലായിരിക്കും.
അപ്പോൾ ഇനിയെങ്കിലും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നാണെങ്കിൽ എന്താ പെൻഡിങ്ങിൻ്റെ മേലെ പെൻഡിങ്ങായി ഞാൻ അവസാനം ഒന്നും പഠിക്കാതെയാവും. അപ്പം അതിലും ഭേദം ഇനിയെങ്കിലും പഠിക്കാൻ തുടങ്ങുന്നതായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചലഞ്ച് ചെയ്യാമെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് എക്സാമിനറിൻ്റെ ക്ലാസ് കാണാമെന്നാണ്, കെമിസ്ട്രി. പക്ഷെ ഞാൻ പൊതുവേ എക്സാമിനറിൻ്റെ ക്ലാസ് അങ്ങനെ കാണാറില്ല. കെമിസ്ട്രിക്ക് ഫിസിക്സും മാത്സ് കാണാറില്ല. ബയോളജിയൊക്കെ ഞാൻ എക്സാമിനറിൻ്റെ ക്ലാസ് കാണാറുണ്ട്. പക്ഷെ ഞാൻ കെമിസ്ട്രി പൊതുവേ കാണാറ് കുറവാണ്. അല്ലെങ്കിൽ എജുപോട്ട് നോക്കാം. ഞാൻ പൊതുവേ എജുപോട്ടാണ് കാണൽ. ഞാനിതിപ്പോൾ ലെങ്ത് നോക്കിയപ്പോൾ 3.5 മണിക്കൂറുണ്ട് ലെങ്ത്ത്. ക്ലാസ്സിൻ്റെ ലെങ്ത് 3.5 മണിക്കൂർ. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഇന്ന് കണ്ടു തീർക്കാൻ പറ്റുമോ? പറ്റുമല്ലേ? വിചാരിച്ചാൽ പറ്റും. അപ്പോൾ എന്തായാലും ഇത് 1.7x75 അല്ലെങ്കിൽ 2x ഇട്ടിട്ട് കാണണം. എന്തായാലും ഞാൻ ആ സ്പീഡിൽ തന്നെ ഇട്ടിട്ടാണ് കാണണം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ലാഗ് പോലെയും തോന്നും, മനസ്സിലാവും. എനിക്ക് 2x ഇട്ടാൽ പൊതുവേ കുറച്ചും കൂടി മനസ്സിലാവും 2x ഇട്ടാലാണ്. അപ്പോൾ എന്തായാലും കണ്ടു തീർക്കാൻ പറ്റുമല്ലേ? പിന്നെ പകുതി ഞാൻ നോട്ട് എഴുതിയതാണല്ലോ, അപ്പോൾ സീൻ ഉണ്ടാവില്ല. അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഇനി ചാപ്റ്ററിൻ്റെ പ്രശ്നമാണോ ഇനി എൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. എനിക്ക് ചാപ്റ്റർ പേഴ്സണലി ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ചാപ്റ്ററാണ് കെമിസ്ട്രിയുടെ ഇലക്ട്രോ കെമിസ്ട്രി. അതുകൊണ്ട് തന്നെ എനിക്കിത് കാണാനും ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടേ പറ്റൂ എന്നുള്ള രീതിയിൽ പിടിച്ചിരുന്നതാണ്. പക്ഷെ എനിക്ക് എന്തോ ഇത് കാണാൻ പറ്റിയില്ല. എന്നാലും ഞാൻ കണ്ടു. ഒരു പകുതിയിലും കൂടുതൽ ഞാൻ ഈ ക്ലാസ് കണ്ടു തീർത്തു. ഇത് അത്യാവശ്യം 3.5 മണിക്കൂർ ലെങ്ത്തുള്ളൊരു ക്ലാസ് ആയിരുന്നു. ഞാൻ എങ്ങനെയൊക്കെയോ അതൊരു പകുതിയിൽ കൂടുതൽ ഞാൻ കണ്ട് തീർത്തു. ഇനി ബാക്കി എനിക്ക് കാണണം. അത് നാളെ കാണാം. കാരണം ഇങ്ങനെ കണ്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. ഒട്ടും ഫോക്കസ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ അത്രയെങ്കിലും കണ്ടു. ഇത്ര പോലെയായിരുന്നു ഞാൻ കറക്റ്റ് കണ്ടിരുന്നത്. പിന്നെ ഞാൻ അതിന് ശേഷം ഫിസിക്സ് തലേന്ന് പഠിച്ചതല്ല, ക്ലാസ് കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ട് മാത്രം വായിക്കാമെന്ന് വിചാരിച്ചു. ഡെറിവേഷൻസ് നാളെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡെറിവേഷൻസ് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ആ ക്ലാസ് എടുത്തപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തെന്നല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. ഇനി ക്ലാസ് എടുത്തപ്പോൾ ചെയ്തതാണെങ്കിൽ ഞാൻ മറക്കുകയും ചെയ്തു കംപ്ലീറ്റ്ലി. അപ്പോൾ അതിൻ്റെ തിയറി പാർട്ട് വായിച്ചിരുന്നപ്പോൾ തന്നെ ടൈം 11:22 ഏതാണ്ട് ഉറങ്ങേണ്ട സമയമായി. ഇനി പിറ്റേന്ന് രാവിലെ എണീറ്റ് പഠിക്കാമെന്നുള്ള ആ ഒരു വിശ്വാസത്തോടെ ഞാൻ എന്തായാലും ഉറങ്ങാൻ പോയി. വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.